സ്ത്രീ ശക്തി ഉണ്ട്, ഇതാ 70 പിന്നെ നിർമ്മലും ഉണ്ട്. ഏതാ വണ്ടി? വേണ്ട ഏട്ടാ. അല്ല ഒന്നെടുത്തോ. അല്ല വേണ്ട. നല്ല 1-ാം നമ്പർ ലോട്ടറിയാണ് ഇത്. വേണ്ട വേണ്ട. അപ്പാട് പോലെ വേണ്ട. ഭാഗ്യം എപ്പം വരും അറിയാൻ പറ്റൂലേ. ഒരാളെ വീട് അന്വേഷിച്ചു വന്നതാ. ആരെ വീടാ? കൊച്ചുണ്ണിന്റെ. ഏത് കൊച്ചുണ്ണി? കായംകുളം കൊച്ചുണ്ണി. പുതിയോടെ കളിക്കാൻ അടുത്ത് പോട് വേണ്ട, അടുത്ത് പോടാക്കി മാറ്റട ഇനി മോളെ മാലയെ പൊട്ടിച്ച് പോയാലും പറ്റോലെ. എന്തൊരു കാട്ടുകള്ളനായല്ലോ. ഇങ്ങനെ ഉണ്ട് ഒരു മനുഷ്യന്മാര്. ഇതിപ്പോ പ്യാജേ നീ പറഞ്ഞു വെച്ചതിന്റെ തുടർച്ച എനിക്ക് പറയാൻ കേട്ടോ. 1 കോടി ഉറുപ്പ്യയുടെ ഒരു കച്ചവടമാണ് നീ ചെയ്യണത്. ആ നിലയ്ക്ക് ആഗോളവൽക്കരണം, അതായത് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന സംഗതി നമ്മളെ ബാധിച്ചെന്നുള്ളതാണല്ലോ ഇപ്പൊ ചോദ്യം. ഇപ്പോ നമ്മുടെ നാട്ടിലുള്ള കശുവണ്ടി, ഏലം അതൊക്കെയാണല്ലോ. അല്ല അത് മറ്റേ കാട്ടുകരാർ അതിനെ ബാധിച്ചിട്ടില്ല. അത് നമുക്ക് ഉച്ചക്ക് ഊണയിച്ചിട്ട് സംസാരിക്കാം. ഇപ്പൊ ഇതിന്റെ തുടർച്ച ഇത് വിടല്ലേ. ഇപ്പൊ ഈ പറഞ്ഞതിന്റെ തുടർച്ച വിടരുത്. അതായത് ഈ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് പല രാജ്യങ്ങളിലുള്ള ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് കയറ്റി വിടുമ്പോ അതിന്റെ ചുങ്കെടുത്ത് മാറ്റിയാലേ നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെക്കാൾ വില കുറച്ചിട്ട് അവർക്ക് ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ പറ്റുന്നു. മനസ്സിലായി? അപ്പൊ 1 കോടി രൂപയുടെ ബിസിനസ് ചെയ്യുന്ന എന്റെ അവസ്ഥ എന്താ? ഇതുമായിട്ട് ഈ വെനസ്വേലയിൽ നടക്കുന്ന വിഷയം ചോദിച്ചാ ഇപ്പൊ എണ്ണ വിലനെ അത് ബാധിക്കുവോ? എല്ലാത്തിനും ബാധിക്കുമല്ലോ, ഇന്നതൊന്നുമില്ല. അതിപ്പോ ഏതൊക്കെ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ചുങ്കെടുത്ത് മാറ്റിയാ കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഒരു മാൻ പവറും കൂടി അതില്. മാൻ പവർ അതല്ലേ. ഇപ്പൊ ചൈന പോലത്തെ രാജ്യങ്ങള് അവരുടെ ഡെവലപ്മെന്റ്സ് കണ്ടോ? അതെന്താ? മാൻ പവറാണ്. അവര് സെക്കൻഡിന് ഇപ്പൊ അവര് അധ്വാനിക്കണ മാതിരി നമുക്ക് എത്താൻ പറ്റില്ല. ചൈനയുടെ മാൻ പവറിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പണി ചെയ്യണോർത്താണ് അതിന്റെ. അപ്പൊ നമ്മുടെ ഇവിടെ എത്ര പോകുന്ന ബ്രഷ് കൊണ്ട് ഇങ്ങനെ പെയിന്റ് അടിച്ചിട്ട് ഇങ്ങനെ സമയം കളയുമ്പോ ഇത്ര നീളമുള്ള ബ്രഷാണ് അവരുടെ. മനസ്സിലാണ്ടോ? നമ്മുടെ എത്ര പോകുന്ന ബ്രഷ്. അപ്പൊ ഇവരുടെ ബ്രഷ് കൊണ്ട് ഒറ്റ അടിക്ക് അത്രയും ആകും തീർന്നു. അതെ, ഞാൻ എന്റെ വീട്ടിൽ പോണട്ടാ. എന്താ അത്യാവശ്യം? എന്താ അത്യാവശ്യം? എനിക്ക് മതിയായി നിങ്ങൾ രണ്ടിനെ നോക്കിയിട്ട്. നീ എന്തിനാ ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നിനക്ക് നിന്റെ കാര്യങ്ങൾ നോക്കിയൂടെ? ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു ഭർത്താവും ഉണ്ട്, ഭർത്താവിന്റെ ഒരു അച്ഛനും ഉണ്ട്. രാവിലെ തൊട്ട് രാത്രി വരെ ഒരു പണിക്കും പോകില്ല, ലോകകാര്യം നോക്കി ഇങ്ങനെ ഇരിക്കും. നീ എന്നെ എന്തെങ്കിലും പറഞ്ഞു? അച്ഛനെ നീ പറയാൻ അച്ഛനെ നിങ്ങൾ നശിപ്പിക്കാനുള്ള കാര്യം ഞാൻ പറഞ്ഞു. ആ കുട്ടി ഏത് കേക്കണത് കേക്കണ? അത് അങ്ങനെ നീ പറയാൻ പാടില്ല. പണിക്ക് പോകേണ്ട കാര്യം അത് ഞങ്ങളുടെ ഒറ്റ മഴ ഉണ്ടാക്കി പോണു. അവരെല്ലാം പണിക്കും പോണത് പണിക്ക് അതന്നെ പറഞ്ഞിട്ട് പിന്നെ ഒറ്റണത്തിന് കണ്ടോളിക്ക്. അതേ ഞങ്ങളുടെ തറവാട്ടിലില്ല അങ്ങനെ ഒരു പണിക്ക് പോണ പരിപാടി. കാര്യം ചോദിക്കട്ടെ, എന്നെ കെട്ടിപ്പോ നിങ്ങൾ എന്താ പറഞ്ഞേ? എന്നെ പണിക്ക് പോയി നോക്കിക്കോളന്നല്ലേ? ഇല്ലാതെ എന്റെ അടുത്ത് വാങ്ങിച്ച് എഴുതിയാ നിങ്ങൾ നോക്കിക്കോളന്ന്? ഇല്ല, പണിക്ക് പോയി നോക്കിക്കോളാന്ന് എന്റെ കുട്ടി പറയില്ല. അവൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ടാവും. പണിക്ക് നീ കഴിച്ചുകൊണ്ടല്ലേ എന്നോട്? കഴിച്ചൂടെ അത്രേ ചെയ്യണുള്ളൂ, അതെന്റെ മാന്യതയാണ്. ഞാൻ ഇന്നലെ രാത്രിയും പറഞ്ഞു ഇയാളുടെ വാക്കും കേട്ട് പണിക്കും പോകണ്ടെങ്കിൽ ഇരിക്കരുത്. നീ അച്ഛനെ അയാളെന്ന് വിളിക്കാൻ നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. നീ എന്തിനാ അച്ഛനെ അയാളെന്ന് വിളിക്കണം? അവസാനമായിട്ട് ഞാൻ പറയണത്, നിങ്ങക്ക് പണിക്ക് പോകാൻ പറ്റൂല്ലോ? വല്ല കാര്യം ഉണ്ടെങ്കിൽ പറയും. നേരം വെളുക്കുമ്പോ കുളിച്ചൊരുങ്ങി പണിക്ക് പോണ കണ്ണ് ചെയ്യാണ്ട് തുടങ്ങി. നീ ആരെ പേടിപ്പിക്കണ? നീ പോയാലെന്താ ഇവിടെ ഞങ്ങള് പട്ടിണി കിടന്ന് ചാവോ? അന്ന് നീ പോടി, നീ പോ. എനിക്ക് നിന്നെ കാണാൻ നല്ല പെണ്ണുങ്ങളെ കിട്ടും. ഞാൻ നോക്കട്ടെ കെട്ടാൻ പറ്റും. അവള് പോട്ടെ. നാളെ പണിക്ക് പോണ ആൾക്കാരായിട്ട് സംസാരിക്കാൻ നീ ആരെ പേടിപ്പിക്കണ? വീട്ടിൽ പോകുന്നു പറഞ്ഞു. നീ പോടി, പോട്ട് വാ. അതെ ഞാൻ പോണു. ഞാൻ പോയി നിങ്ങൾ എങ്ങനെ തിന്നും? ഞങ്ങള് തിന്നെ കെട്ടണതിന് മുമ്പ് ഞങ്ങള് തിന്ന് തന്നെ ജീവിച്ചേച്ചത്. ആരെയും പറ്റിച്ചിട്ടില്ലേ? ആരെയും പറ്റി? നീ ആ വർത്താനം പറയുന്നത് നീ എന്റെ മേടിക്കും. ഞാൻ അച്ഛൻ മിണ്ടണ്ട. നീ പോയിക്കോ. നിന്നെ വേണ്ട. നിന്റെ തൊലിവെളുപ്പ് വേണ്ടട്ടെ. നിന്റെ തൊലിപ്പേണ അനുസരിക്കണ ഇവിടെ നടക്കൂല. നീ വരുമ്പോ നോക്കിക്കോളി. ഡിവോഴ്സാണ് നീ.
വേറെ പെണ്ണുണ്ടാവൂടെ എന്റെ കൂടെ നീ അവിടെ നീ വന്നിരിക്കടാ. വാ നീ പോയിട്ട് വേണ്ടാത്ത നീ വർത്താനം പരിപാടി എന്റെ കയ്യും കാലും പിടിക്കാൻ നീ അവിടെ വന്ന് ഇരിക്കടാ. ഈ അച്ഛനുള്ളിടത്തോളം കാലം ഇപ്പൊ ആരും ഒരുത്തന്റെ മുമ്പിലും തലതാത്തൂല നീ അവിടെ ഇരിക്കടാ പ്യാരി, അല്ല അവിടെ ഇരിക്കടാ. ഐ, അവള് പോകുന്നു പറഞ്ഞ് പേടിപ്പിക്കണേ അവിടെ പോട്ടെ. ഒന്നാമത്തെ ഈ പണിക്ക് പോണ ആൾക്കാർ കുടുംബത്തുണ്ടായാൽ തന്നെ നശീകരണ. മനസ്സിലാവുണ്ടോ? രാവിലെ തന്നെ അങ്ങോട്ട് കുളിച്ചിറങ്ങി അങ്ങോട്ട് ഇറങ്ങും. പിന്നെ എങ്ങനെ കുടുംബം നന്നാവുക? നീ അവിടെ ഇരിക്കാവുന്ന നോക്കണ്ട. അതൊക്കെ അങ്ങനെ പലതും. എന്റെ തറവാട്ടിലുണ്ടായിട്ടില്ല അങ്ങനെ ഒരു ശീലം, പണിക്ക് പോകല്. അത് അവരുടെ തറവാടിന്റെ ശീലം. അത് അവളുടെ അച്ഛന് പണി, അമ്മയ്ക്ക് പണി, ആങ്ങളയ്ക്ക് അപ്പൊ പിന്നെ അതിനല്ലേ ശീലിക്കുള്ളൂ. ഒക്കെ പണിക്ക് പോവുക, അങ്ങനെ കൂടുമ്പോ അടക്കം പണിക്ക് പോവുക. നമ്മുടെ തറവാട്ടിൽ അതില്ല. അതുകൊണ്ട് നമ്മളിത് അങ്ങനെ ഇരിക്കണം. ആ മാന്യത നമുക്കുണ്ട്. എന്റെ അച്ഛനെ നോക്കിയത് എന്റെ അച്ഛന്റെ ചേട്ടനാ. നമ്മുടെ തറവാട്ടിലേക്ക് പറ്റവരല്ല അത്. പോണെങ്കിൽ പോട്ടെ, വരണമെങ്കിൽ വരട്ടെ. കോടതിയിൽ കയറ്റുന്നു. ആ കോടതിയിൽ കയറ്റ എന്താ വർത്താനം? നമ്മൾ ഇവിടുന്ന് അനങ്ങാത്ത ആൾക്കാർ കോടതി ഇങ്ങോട്ട് വരേണ്ടി വരും. അല്ലാണ്ട് നമ്മള് കോടതിയിലേക്ക് പോവോ? അതൊന്നും നടക്കണ കാര്യമല്ല. ഇതൊക്കെ എവിടെ ഉണ്ടായി എന്നാ പറയാം. നവോത്ഥാന പ്രസ്ഥാനം കെട്ടിപ്പടക്കുന്നതിന്റെ ഭാഗമായിട്ട് കുറെ ആൾക്കാർ, സാഹിത്യകാരന്മാര്, കലാകാരന്മാരൊക്കെ പെണ്ണുങ്ങൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഒരു സാധനം അങ്ങോട്ട് ഉണ്ടാക്കി. സ്ത്രീകളുടെ ഉന്നമനം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഉന്നമനാണ് ഇപ്പൊ ഈ കാണുന്നത്. ഇവര് പണിക്ക് പോയതിന്റെ ഉങ്ക് ആണുങ്ങളോട് കാണിക്കുക. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ കേറ്റിക്കോ, പണിക്ക് പോവില്ലേന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് കയറ്റിയാൽ മതി. പണിക്ക് പോകുന്നൊരു വാക്ക് പറഞ്ഞ അപ്പൊ പഠിക്കും. അവള് പോയിക്കോട്ടെ എന്ന് നമ്മളോട് പോവാൻ പറയണ എന്തിനാണ്? ഇപ്പൊ ഉച്ചക്കലത്തേക്കുള്ള ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ടാ നോക്ക് നീ. വിശന്നിട്ട് വയ്യാ മനുഷ്യൻ. ഞാൻ നോക്കട്ടെ. അത് ഉണ്ടാക്കിയിട്ടാണോ പോയേക്കണേ അതോ ഇനി വെറുതെ ഇറങ്ങി പോയേക്കാണ് എന്തോ? പണിക്ക് പോയാലും ഇല്ലെങ്കിൽ ആൾക്കാർക്ക് വിശക്കില്ലേ? ഭക്ഷണം കഴിക്കാൻ. തമ്പി ഇത് 12,250. ശരി, ഇത് സ്വർണം തിരിച്ചെടുക്കാൻ വരുമ്പോ ഇത് കാർഡ് കൊണ്ടുവരണം. ഇൻട്രസ്റ്റ് ഒന്നും എഴുതിയേക്ക്. സമയത്ത് വന്ന് എടുക്കണം. ഇത് കൊണ്ടുവരണം കേട്ടാ. ഇവന് இந்த പയ്യന് നേരത്തെ ഒരു 2 ഇത് വെച്ചത് എടുത്താ? അതെടുത്തു സാറേ. എടുത്താ? കുഴപ്പമൊന്നും കുഴപ്പമില്ലല്ലോ, എല്ലാം ശ്രദ്ധിച്ച് ചെയ്യണോ? ഇതിൽ സിസ്റ്റത്തിൽ എൻട്രി ചെയ്യണ്ടേ? ഓ உட்காருங்க. என்ன பணம் வைக்கணும்? എവിടെ സ്ഥലം? എങ്ക? അടുത്താണ് സാറേ. അടുത്താ? എവിടെ? അത് ചെറുവത്തൂര്. ചെറുവത്തൂര്. ഇതിന് മുന്നാടി ഇവിടെ എങ്ക പണയം വെച്ചാ? ഇതിന് മുന്നേ വെച്ചിട്ടുണ്ടാ പണയം? അങ്ങനെ പൊന്നൊന്നും ഇല്ല സാറേ പണയം വെക്കാൻ വേണ്ടിട്ട്. ഇതൊരു വല്ലാത്തൊരു അവസ്ഥയിൽ പെട്ടു. എന്ത് പ്രശ്നം? കല്യാണം കഴിച്ച് പ്രണയ വിവാഹമായിരുന്നു. അച്ഛനും അമ്മയും ഒക്കെ ഉപേക്ഷിച്ചു. പക്ഷെ എനിക്ക് ഓളെ ഉപേക്ഷിക്കാൻ പറ്റൂല സാറേ. ഇന്നുള്ളൊരു ഹൃദയവാൾവിൻ തകരാറായി ഹോസ്പിറ്റൽ അഡ്മിറ്റ്. കുറച്ച് പൈസ വേണം. ഒന്നുമില്ല, കൂട്ടിയാ കൂടൂല സാറേ. ഓപ്പറേഷനാ? അപ്പൊ താലിമാരെയാ. താലി എടുത്ത് കറുത്ത ചരടൽ അവൾക്ക് കെട്ടിക്കൊടുത്ത് അതിലെടുത്ത് വന്നു. അപ്പൊ എത്ര കിട്ടൽ എത്ര തന്നെ. പേരെന്താ? ആര്? പേരെന്താ? എന്റെ പേര് ഉണ്ണിരാജ. ലക്ഷ്മിക്കുണ്ട് ഉണ്ണിരാജാ. ഞാനും എപ്പിത്താനായിരുന്നു. എന്റെതും ലവ് മാരേജ് ആയിരുന്നു. വെറുതെ വാഴ്വുണ്ടായി തരാ. അല്ല, വാഴ്വ് പ്രശ്നമില്ല. പക്ഷെ വീട്ടിലെല്ലാരും എതിർത്ത് ഒടുവില് ഞാൻ വലിയ ആളായപ്പോ എല്ലാരും വന്നു. ഇപ്പൊ എല്ലാരും ഉണ്ട്. നമ്മൾ ഹാപ്പി ആയിട്ട് പോണ്. വിഷമിക്കണ്ട, കടവുള് കാപ്പാത്തു കേട്ടോ. ഓപ്പറേഷന് എത്ര എമൗണ്ട്? ഓപ്പറേഷന് കുറെ ലക്ഷം. 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം. 3 ലക്ഷം. അത് ആദ്യം പിന്നെയും വേണ്ടി വരും. ഇത് എത്ര ഉണ്ട്? അത് അതിന് കണക്കായിട്ടുണ്ടാവുമല്ലോ സാറേ. അത് അതിപ്പം 3.5. എവിടെ വരും ഇത്? தெரியாதா உங்களுக்கு? தெரியாதா? വൈഫിന്റെ അല്ലേ? കെട്ടിക്കൊടുത്തിട്ട് കുറെ ആയില്ലേ സാറേ. അത് കുറഞ്ഞു പോവില്ല, പൊന്നല്ലേ സാറേ. 3.5 ഉറപ്പിക്കും. ഈ വാൾവിന്റെ പ്രശ്നം നേരത്തെ ഉണ്ടോ? ആർക്ക്? വൈഫിന്? ഉണ്ട് സാർ. വാൾവിന് മാത്രമല്ല, മൊത്തം പ്രശ്നമാണ് അവർക്ക്. ആണല്ലേ? കണ്ണിന് പ്രശ്നമുണ്ട്.
കാഴ്ച പോയി, പക്ഷെ ഇല്ല. പിന്നെ മൊത്തം പ്രശ്നമാണ്. നോക്കേണ്ടത് നമ്മളെ ചുമതലല്ലേ സാറേ. ഇതിപ്പോ നമ്മൾ ഇന്നത്തെ റേറ്റ് ഗ്രാമിന് 8,400, ഒരു ഗ്രാമിന് 8,400 നമ്മൾ കൊടുക്കുന്നത്. ഹോസ്പിറ്റൽ കേസല്ലേ, ഞാൻ ഒരു 500 കൂട്ടി 8,900 വെച്ച് തരാം. അതിന് എത്ര കിട്ടും വെച്ചാല്? അല്ല വിഷമിക്കണ്ട, ആശുപത്രി കാര്യമല്ല, ആരും ഇല്ലാന്നൊന്നും വിഷമിക്കണ്ട, ഞങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. മാക്സിമം തരണം സാറേ. നിങ്ങൾ ഭാര്യയെ നോക്കുന്നുണ്ടല്ലോ, അത് തന്നെ സന്തോഷം. ഇന്നത്തെ ആരെ ചെറുപ്പക്കാര് ഭാര്യ അസുഖം വന്നാൽ കളഞ്ഞിട്ട് പോവും, അപ്പിട്ടിട്ട് പോവില്ലേ? ഞാൻ വിട്ടുപോകില്ല. കടവുൾ കാപ്പാത്തും, നീ കവലപ്പെടുക കേട്ടോ. അത് സാറേ മാക്സിമം തന്നെ. ഉണ്ണി എന്ത് ജോലി ചെയ്യണേ? ഞാൻ ഈ ഉത്സവ സ്ഥലത്ത് ഒലപ്പിപ്പി കച്ചവടം ചെയ്യും. ഒരു നിമിഷം ഇവിടെ ഇருக்கு. പോണം സാർ. ഇതേ ഇല്ല, ഇത് വലിയ എമൗണ്ട് അല്ലേ, 2-2.5 ലക്ഷം രൂപ തരണം. അത് അപ്പുറത്തിരിക്കണ, എടുത്തിട്ട് വരാം. സ്വരൂപ് ഒരു നിമിഷം. ഓ പെട്ടെന്ന് റെഡിയാക്കണം സാർ. ഈ അച്ഛൻ ചോദിക്കുന്നതിന് എന്തെങ്കിലും ഒരു മറുപടി പറ. ഞാൻ എന്താ പറയേണ്ടത്? എന്താ അവിടുന്ന് ഇട്ടെറിഞ്ഞ് പോരാൻ എന്താ കാരണം? അച്ഛനോട് എത്ര നാളായി ഞാൻ പറയണ, അവരൊരു പണിക്കും പോണില്ല, ഒന്നും ചെയ്യുന്നില്ല വീട്ടില്. അവര് പണിക്ക് പോണില്ല എന്ന് പറയുന്നത് ഒരു കാരണമല്ലല്ലോ. നീ ജോലിക്ക് പോകുന്നില്ലേ? അച്ഛാ ഇത് എത്ര കാലമെന്ന് വെച്ചിട്ട്, ഞാൻ രാവിലെ വീട്ടിലെ എല്ലാ പണിയും കഴിഞ്ഞ് ഇവന്റെ കാര്യവും നോക്കി അവിടെ ജോലിക്ക് പോയി, ഓഫീസിലെല്ലാ ചീത്ത എല്ലാം കേട്ട് തിരിച്ചു വരും. എന്തെങ്കിലും ഒരു സഹായം ചെയ്തോടുവർക്ക്. ഇതെല്ലാ കുടുംബത്തിലുള്ളതാണെന്ന്. അവർക്ക് വേണമെങ്കിൽ അവര് പണിക്ക് പൊക്കോളും. നീ അവരെ പണിക്ക് പറഞ്ഞയക്കാൻ നിൽക്കണ്ട. അവരങ്ങനെ ഇത് ഞാൻ തന്നെ കഷ്ടപ്പെടണം, എനിക്ക് വയ്യ. കഷ്ടപ്പെടും പിന്നെ എങ്ങനെ ജീവിക്കാന്നാ നീ വിചാരിക്കണത്? ഒരു കുടുംബമാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. കുറെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ജീവിച്ചു പോണം. അതല്ലാതെ പെട്ടെന്നൊരു ദേഷ്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞിട്ട് ഇവിടെ വീട്ടിൽ വന്നു നിന്ന് കഴിഞ്ഞാല് പുറത്താരെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്ത് സമാധാനം പറയും? അവരിപ്പോ എന്നെ പറയുന്ന അച്ഛനൊരു കുഴപ്പമില്ല. നിന്നെ പറയണത് കുഴപ്പമുണ്ടോ കുഴപ്പമില്ല എന്നുള്ളതല്ലല്ലോ ഇവിടെ വിഷയം. ആർക്കും മനസ്സിലാവാത്ത കുറെ ലോകകാരും പറഞ്ഞ് രാവിലെ തൊട്ട് രാത്രി വരെ പ്യാരിയേട്ടനെയും കൂട്ടി ഉമ്മർത്തിരുന്ന് വർത്താനം പറയും. വേറെ എന്തെങ്കിലും ചെയ്തൂടെ? അയാൾ പറയുന്നത് മാത്രമേ ഇയാൾ കേൾക്കൂ. ഞാൻ പറഞ്ഞൊരു വിലയില്ല, എല്ലാ പണിക്കും പോകണം, ഇവരെ വാരിക്കണ മൊത്തം കേക്കും വേണം, എന്നെ കൊണ്ട് വയ്ക്കാം. ഇനിയിപ്പോ നീ പോണില്ലേ അങ്ങോട്ട്? ഞാൻ പോണില്ല. എനിക്ക് താല്പര്യമില്ല വെച്ചാൽ അവരുടെ അടുത്ത് പോയി നിൽക്കാനായിട്ട്. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. സഹോദരന്മാവരെയും കൂട്ടിയിട്ട് ഒന്ന് പോയി സംസാരിക്കുക. അവസാനമായിട്ട് അതിൽ ശരിയാവണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പോണ്ട. സാറേ എന്റെ ഭാര്യക്ക് ഞാൻ കിട്ടിയ താലി മാലയാണ് സാറേ. താലി കറുത്ത ചരടക്കെട്ടിട്ട് കൂടും കഴുത്തിലുണ്ട്. അതാണ് സാറേ സ്വർണം. ഈ മാല നീ എന്തിനാ പണയം വെക്കാൻ പോയത്? രണ്ടറ്റവും കൂട്ടിമുട്ടിയ തീരൂല സാറേ. ഒരു ഓപ്പറേഷൻ ഉണ്ട് എന്റെ മോന്റെ കിഡ്നിക്ക്. ഡേറ്റ് കേട്ടതാ സാറേ. എന്റെ പട്ടി റാസ്കൽ നായൻ മകൻ ഇവൻ എന്താ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് തെറി പറയണോ? അതൊക്കെ ഞങ്ങളുടെ ജോലിയാ, അതും പറയണ്ട.
ഉള്ള കാര്യം പറഞ്ഞാൽ മതി. റാസ്കൽ ഇല്ല സാർ, അവര് இந்த ഷോപ്പിൽ വന്നിട്ട് ഈ ഗോൾഡ് തന്നിട്ട് പറഞ്ഞു അവന്റെ വൈഫിന്റെ ഹാർട്ട് വാൾവ് പ്രോബ്ലം, അതിനാல ഇത് പണയം വെക്കണമെന്ന് ചൊല്ലിருக்க. ഓർമ്മക്കുറവുണ്ടോ എനിക്ക്? ഞാൻ പറഞ്ഞ കിട്ടിയല്ലേ ഞാൻ പറഞ്ഞത്. நீ வாழ்வு தான் சொல்லியது. ഞാൻ കിട്ടിയ ஏமாத்த கூடாது. நீங்க வாழ்வு தான் சொல்லி வாழ்வு 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 കിഡ്നിയാണ് ഞാൻ അന്നത്തെ പറഞ്ഞല്ലേ. வாழ்வு ഏതെങ്കിലും ഒന്നും ഉറപ്പിക്കും, കിഡ്നിയാണ് വാൾവാണോ? ഉറപ്പിച്ചു, കിഡ്നിയാണ് സാറേ.